ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 15-ാം പ്രഭാതത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ഓർമ്മപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതും തളർവാദ രോഗിയെ യേശു വീട്ടിലുണ്ട് എന്ന് അറിഞ്ഞ് അനേകം ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ഭവനത്തിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ 4 ആളുകൾ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ 4 ആളുകൾ ചേർന്ന് ആണ്, ഒരുപക്ഷെ അവരുടെ വിശ്വാസത്തിലായിരിക്കാം, അവർ അനുഭവിച്ചറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാവാം, ഈ തളർവാദ രോഗിയുടെ സുഖപ്പെട്ടോട്ടെ എന്നുള്ള വിശ്വാസത്തിലാവാം, അവർ കട്ടിലോടുകൂടി ഒരു വലിയ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിറക്കി യേശുവിൻ്റെ അടുക്കലേക്ക് ഈ തളർവാദ രോഗി എത്തിക്കുന്നത്. എന്തുമാത്രം എഫർട്ടാണ് അവരെൻ്റെ പിന്നിലെടുക്കുന്നത്. എത്രമാത്രം ചുമന്നുകൊണ്ട് വന്നിട്ടാവാം പിന്നെ ആ വീടിൻ്റെ അടുത്തെത്തിയിട്ടും യേശുവിനെ കാണാൻ പറ്റാതിട്ട് ആ വീടിൻ്റെ മേൽക്കൂര പൊളിച്ചിറക്കാനായിട്ട് തയ്യാറായത്. ദൈവമക്കളെ, നമ്മൾ എത്രമാത്രം സുവിശേഷത്തിന് വേണ്ടിയിട്ട് ഇത്രയും അധ്വാനിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിച്ചറിയുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നാം എത്ര പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സ്വാർത്ഥരായി പോകുന്നുണ്ടോ? നമ്മൾ അനുഭവിച്ചറിയുന്ന യേശുവിനെ പലപ്പോഴും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുക്കുമ്പോൾ നല്ല പുസ്തകം കാണുമ്പോൾ അത് നമ്മൾ മാത്രം എടുത്തിട്ട് നമ്മൾ തന്നെ വായിച്ചിട്ട് അവിടെ തന്നെ കൊണ്ടുപോയി മടക്കി വയ്ക്കാതെ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് കൂടി നമ്മൾ പരിചയപ്പെടുത്താറുണ്ടോ? നമ്മൾ അനുഭവിച്ചറിയുന്ന, നമ്മൾ രുചിച്ചറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് നമ്മൾ പറയുന്നതിലും പങ്കുവയ്ക്കുന്നതിലും നമുക്ക് എത്രമാത്രം ഉത്സാഹമുണ്ട്. ഈ നോമ്പിൻ്റെ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ആ ഒരു തലത്തിലേക്ക്, വിശാലതയിലേക്ക്, മറ്റുള്ളവരെയും കൂടെ ഉൾക്കൊള്ളിക്കുന്നതിൽ അവരെയും കൂടെ നമ്മൾ അനുഭവിച്ചറിയുന്ന നല്ല കാലങ്ങൾ, നമ്മൾ അനുഭവിച്ചറിയുന്ന നല്ല ക്രിസ്തുവിനെ, നല്ല ജീവിത പാഠങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വചനം ഏറെ പ്രയോജനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.